For our meditation, let us turn our Bibles to book of Isaiah chapter 40 verse 3. ഇന്നത്തെ രാവിലത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. The voice of him that crieth in the wilderness, prepare ye the way of the Lord, make straight in the desert a highway for our God. Praise be to his holy name. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. This is a prophetical utterance by Isaiah. ഇത് യെശയ്യാ പ്രവാചകൻ ഉച്ചരിച്ച ഒരു പ്രവചന വാക്യമാകുന്നു. The voice of him that crieth in the wilderness. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. Prepare ye the way of the Lord. മരുഭൂമിയിൽ യഹോവയുടെ വഴി ഒരുക്കുവിൻ. Make straight the desert a highway for our God. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. Every valley shall be filled. എല്ലാ താഴ്വരയും നികന്നു വരും. Every mountain and hill shall be made low. എല്ലാ മലയും കുന്നും താണും വരേണം. And the crooked shall be made straight and the rough places plain. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. And the glory of the Lord shall be revealed. യഹോവയുടെ മഹത്വം വെളിപ്പെടും. And all flesh shall see it together, for the mouth of the Lord has spoken it. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. Praise be to his holy name. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. This is a prophetical word which fulfill first of all in the life of John the Baptist. ഇത് ഒന്നാമത് നിറവേറ്റപ്പെട്ടത് യോഹന്നാൻ സ്നാപകരുടെ ജീവിതത്തിലാകുന്നു. When we read this word, we think it is already fulfilled in the life of John the Baptist. Therefore, it doesn't have much importance to us. നാം ഇത് വായിക്കുമ്പോൾ നാം ഇപ്രകാരം ചിന്തിക്കുന്ന യോഹന്നാന്റെ സ്നാപകന്റെ ജീവിതത്തിൽ ഇത് നടന്നു കഴിഞ്ഞ വിഷയമാകുന്നുവല്ലോ, നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാധാന്യമില്ല എന്ന്. When John the Baptist came into this world, യോഹന്നാൻ സ്നാപകൻ ഇഹലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ, and he preached in the wilderness. അവൻ മരുഭൂമിയിൽ പ്രസംഗിപ്പാൻ തുടങ്ങി. He preached in the wilderness of Judea. അവൻ യഹൂദ മരുഭൂമിയിൽ പ്രസംഗിപ്പാൻ തുടങ്ങി. Repent ye, for the kingdom of heaven is at hand. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. In 3rd chapter of Matthew, from verse 1 onwards, when we read, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം മുതൽ വായിക്കുമ്പോൾ, this is for he that was spoken by the prophet Isaiah, saying, the voice of one crying in the wilderness, prepare ye the way of the Lord, and made his path straight. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. He came as a fulfillment of the prophecy of Isaiah. യെശയ്യാ പ്രവാചകന്റെ പ്രവചന നിവൃത്തി എന്ന വണ്ണമാകുന്നു അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. About his birth it was foretold. അവന്റെ ജനനത്തിനെ കുറിച്ച് അത് മുൻ പറഞ്ഞിരുന്നു. He was a preordained child by God to do a particular ministry. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി മുൻ നിയമിച്ചവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. He lived a consecrated life. അവൻ പ്രതിഷ്ഠയുള്ള ഒരു ജീവിതം നയിച്ചു. And therefore in verse 4 when we read, അതുകൊണ്ട് അതിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, the same John had his raiment of camel's hair and a leathern girdle about his loins, and his meat was locust and wild honey. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. And he went out to Jerusalem and all Judea and all the regions round about Jordan, and were baptizing of him in Jordan, confessing their sins. അന്ന് യെരുശലേമിലും യഹൂദ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. Praise be to his holy name. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് This മഹത്വമുണ്ടാകട്ടെ. morning we are going to see how this prophecy it is to be fulfilled in our life. ഇന്ന് രാവിലെ നാം കാണുവാൻ പോകുന്ന വിഷയം, ഈ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നിറവേറ്റപ്പെടുവാൻ പോകുന്നു. Literally it is fulfilled in the life of John the Baptist. അശരീകമായി ചിന്തിക്കുമ്പോൾ ഇത് യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടു. Or through him this prophecy fulfilled. അല്ലെങ്കിൽ അവനിലൂടെ ഈ പ്രവചനം നിറവേറ്റപ്പെട്ടു. It is one way already fulfilled. ഒരു രീതിയിൽ ചിന്തിച്ചാൽ അത് ഇതിനകം നിറവേറ്റപ്പെട്ട But വിഷയമാണ്. another way it is given to us. It is written and given because it is to be fulfilled even in our lives too. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതായത് കൊണ്ടാകുന്നു നമുക്കും ഇത് എഴുതപ്പെട്ട് നൽകി തന്നിരിക്കുന്നത്. We are not ordinary group of people. നാം സാധാരണ കൂട്ട ജനമല്ല. We are also called by the purpose of God. നാമും ദൈവത്തിന്റെ പദ്ധതിയാൽ വിളിക്കപ്പെട്ടവരാകുന്നു. We have God has a greater plan concerning our lives. നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു വൻ പദ്ധതി ഉണ്ട്. And about us God has everything planned. Then only he has called us. നമ്മെ കുറിച്ച് മുൻ പദ്ധതി ഇട്ട ശേഷമാകുന്നു ദൈവം നമ്മെ വിളിച്ചത്. And about us also it is written in the word of God. മാത്രമല്ല നമ്മെ കുറിച്ചും തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. And we must ask the Lord, what is written in the word of God about me? Help me, Lord, let me fulfill
in these days. അതുകൊണ്ട് ഈ നാളുകളിൽ നാം കർത്താവിനോട് ചോദിക്കണം, കർത്താവ് എന്നെ കുറിച്ച് എന്താകുന്നു തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, അത് എന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ പൂർത്തി വരട്ടെ. What this John the Baptist did, എന്താകുന്നു യോഹന്നാൻ സ്നാപകൻ ചെയ്തത്? he came ahead of Jesus യേശുവിന് മുന്നോടിയായി അവൻ കടന്നു വന്നു. and he prepared way for Jesus Christ. യേശു ക്രിസ്തുവിന് വേണ്ടി അവൻ പാത ഒരുക്കി. His ministry, അവന്റെ ശുശ്രൂഷ, his life, അവന്റെ ജീവിതം, his works which he did, അവൻ ചെയ്ത പ്രവർത്തികൾ, and every preaching of the kingdom of God, it was a way for Jesus to come there and do ministry in a better way. ദൈവരാജ്യത്തെ കുറിച്ച് താൻ പ്രസംഗിച്ച വിഷയങ്ങളൊക്കെയും ഒരു നല്ല രീതിയിൽ തന്റെ യേശുവിനെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി താൻ അതിന് ഒരുക്കങ്ങൾ ചെയ്തു. And there was very hardship for Jesus if he would have all alone to do that ministry. താൻ തനിച്ച് ആ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നിരുന്നുവെങ്കിൽ യേശുവിന് അത് അധികം കഠിനമായിരുന്നു. So there was a person needed for him to prepare way for him. അതുകൊണ്ട് തനിക്ക് പാതയൊരുക്കുവാൻ വഴിയൊരുക്കുവാൻ ഒരു മനുഷ്യൻ ആവശ്യമായിരുന്നു. And what he did, എന്താകുന്നു അവൻ ചെയ്തത്? in the book of Luke, the Gospel chapter 3, when we read, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ about him it is written, അവനെ കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. and this is the one that prepare ye the way of the Lord and make his path straight. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കാവത് കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, എന്റെ പാത നിരപ്പാക്കുവിൻ. And every valley shall be filled, എല്ലാ താഴ്വരയും നികന്നു വരും. every mountain and hill shall be brought low, എല്ലാ മലയും കുന്നും താഴും. and the crooked may be made straight, വളഞ്ഞത് ചൊവ്വായും and the rough ways shall be made smooth. ദുർഘടമായ നിരന്ന വഴിയായി തീരും. And this is the ministry what he did before Jesus. ഇതാകുന്നു യേശുവിന് മുന്നോടിയായും ചെയ്ത ശുശ്രൂഷ. And not only he cried in the wilderness, അവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, and not only he said, repent, the kingdom of God is at high. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക മാത്രമല്ല, And what he did, എന്താകുന്നു അവൻ ചെയ്തത്? he filled every valleys, അവൻ സകല കുന്നുകളെയും നികത്തി. and he brought low every mountains and hills, എല്ലാ മലയും കുന്നും അവൻ താഴ്ത്തി. and he made smooth the rough ways, വളഞ്ഞ വഴിയൊക്കെയും ചൊവ്വാക്കി. and whatever the crooked things, he made it straight. സകല ദുർഘടമായതും അവൻ നിരന്ന വഴിയാക്കി തീർത്തു. And then only Jesus could come and do his ministry. അങ്ങനെയെങ്കിൽ മാത്രമേ യേശുവിന് കടന്നു വന്ന് യേശുവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. Jesus came into this physical life, a physical body, and did ministry 33.5 years. 33.5 വർഷക്കാലം യേശു ഇഹലോകത്തിലേക്ക് കടന്നു തന്നെ ശുശ്രൂഷ ചെയ്തു. And for that John had to prepare way for Jesus. എന്നാൽ അതിനായി യോഹന്നാൻ തനിക്ക് വഴിയൊരുക്കേണ്ടിയിരുന്നു. And Jesus, he is going to come once again into this world. യേശു ഒരിക്കൽ കൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. And he is not going to come in physical body, താൻ ഈ ഭൗമിക ശരീരത്തിലല്ല കടന്നു വരുവാൻ പോകുന്നത്. but as a spirit, in a glorious body he is going to appear. തേജസ്സേറിയ ശരീരത്തിൽ ആത്മാവായി താൻ കടന്നു വരുവാൻ പോകുന്നു. And he is going to come for a split second. അവൻ ഒരു നൊടി നേരത്തെ കടന്നു വരുവാൻ പോകുന്നു. And he will appear in a moment of an eye, or in a twinkling of an eye, to gather up his bride. കണ്ണിമയ്ക്കുന്ന നേരത്തിന് നൊടിയിടയിൽ തന്നെ തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ യേശു ഇഹലോകത്തിലേക്ക് വരും. A first appearance everyone could see. ഒന്നാമത്തെ പ്രത്യക്ഷത അത് സകലരും കണ്ടതാകുന്നു. After 33.5 years he ministered, they could watch him how he is doing service in their midst. അവരുടെ മധ്യത്തിൽ 33.5 വർഷക്കാല പ്രകാരം താൻ ശുശ്രൂഷ ചെയ്തുവെന്ന് അവൻ സകല ആളും കാണപ്പെട്ടു. Some believed him, ചിലരും അവൻ വിശ്വസിച്ചു, but many did not believe. എന്നാൽ പലരും വിശ്വസിച്ചില്ല. Many followed him, പലരും പിന്തുടർന്നു, but many did not follow. എന്നാൽ പലരും പിന്തുടർന്നില്ല. As many followed only for miracle, ചിലരോ അവരെ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം പിന്തുടർന്നു, and many followed him for food. ചിലരോ ആഹാരത്തിനായി അവനെ പിന്തുടർന്നു. Many thought he is going to be king and he is going to redeem this nation, ചിലർ വിചാരിച്ചു അവൻ രാജാവായി ഈ രാജ്യത്തെ വിടുവിപ്പാൻ and പോകുന്നു, we are going to rule with him. മാത്രമല്ല അവനോട് കൂടെ നാമം വാഴ്ച ചെയ്യുവാൻ പോകുന്നു. Like that, with so many expectations, they followed Jesus. അങ്ങനെ പലവിധ പ്രത്യാശയോടുകൂടി അനേക ജനങ്ങൾ അവനെ പിന്തുടർന്നു. And finally Jesus died, and third day he resurrected, and he went about with a glorious body. എന്നാൽ അവൻ അവസാനത്തിൽ മരണമടഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തേജസ്സോട് ശരീരത്തോടു കൂടെ And ഉയർത്തെഴുന്നേറ്റു. to do that ministry of healing, ആ രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ and to do the ministry for the kingdom of God, ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ and there was a person needed, and he came ahead of Jesus, and he prepared way for Jesus. അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ യേശുവിന് മുന്നോടിയായി ഒരുവൻ ആവശ്യമായിരുന്നു. അവൻ അങ്ങനെ കടന്നു വന്ന പ്രവൃത്തി ചെയ്തു. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, now let us come to our life. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. And why we are here in this world, എന്തിനായി നാം ഈ ലോകത്തിൽ കാണപ്പെടുന്നു? why God has sent into this world. നാം എന്തിനായി ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ അയച്ചു? In the book of John the Gospel, when we read യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നാം തിരിയുമ്പോൾ about John the Baptist, it is written, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇപ്രകാരം there എഴുതിയിരിക്കുന്നു, was a man sent from God ദൈവത്തിൽ നിന്നും അയച്ച ഒരു പുരുഷനുണ്ടായിരുന്നു, whose name was John. അവന്റെ പേർ യോഹന്നാൻ The എന്നായിരുന്നു. same came for a witness, to bear witness of the light, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വേണ്ടി അവൻ കടന്നു that വന്നതാകുന്നു. all men through him might believe.
അവനിലൂടെ സകല മനുഷ്യരും വിശ്വസിക്കേണ്ടതിന്. He was not that light, അവൻ ആ മനുഷ്യനായിരുന്നില്ല, but was sent to bear witness of that light. അവൻ ആ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വേണ്ടി Praise be അയക്കപ്പെട്ടവനായിരുന്നു. to his holy name. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം And ഉണ്ടാകട്ടെ. what a beautiful thing written about John the Baptist, let us see. നോക്കുക, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എന്തൊരു മനോഹരമായ കാര്യം. He was a man sent from God. അവൻ ദൈവത്തിൽ നിന്നും അയച്ച മനുഷ്യനായിരുന്നു. His name was John. It was already foretold. You have to name him as John. അവന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവനെ സംബന്ധിച്ച് അവന്റെ പേര് യോഹന്നാൻ ഇടണമെന്ന് അത് മുൻനിർണയിക്കപ്പെട്ടതായിരുന്നു. He came to tell or to be a witness for Jesus. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇഹലോകത്തിലേക്ക് അവൻ കടന്നു വന്നു. He bear witness about that light, who is the true light, which is going to light everyone. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തെ കുറിച്ച്, വെളിച്ചത്തെ കുറിച്ച് സാക്ഷീകരിപ്പാൻ അവൻ കടന്നു വന്നു. And what he told, എന്താകുന്നു അവൻ പറഞ്ഞത്? I am not that light, ഞാൻ ആ വെളിച്ചമല്ല, but one light is coming. എന്നാൽ ഒരു വെളിച്ചം കടന്നു That വരുന്നു. is true light. അത് സത്യവെളിച്ചമാണ്. That is going to light everyone. അത് എല്ലാവരെയും പ്രകാശിപ്പിക്കാൻ You പോകുന്നു. have to believe that light. ആ വെളിച്ചത്തെ നിങ്ങൾ And വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. he prepared way for Jesus to come. മാത്രമല്ല യേശുവിനായി കടന്നു വരുവാനുള്ള വഴിയും അവൻ ഒരുക്കി. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, we are not chosen accidentally. നാം സന്ദർഭവശാൽ യാദൃച്ഛികമായി We തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. are chosen even before the foundation of the world. ലോക സ്ഥാപനത്തിന് മുമ്പേ നാം St. Paul തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. says we are chosen even before the foundation of the world, that we should be holy and without blame before him in love. അവന്റെ സ്നേഹത്തിൽ വിശുദ്ധരായി നിഷ്കളങ്കരായി നാം മുൻനിർത്തേണ്ടതിനായി ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തുവെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. He is chosen before the foundation of the world, അവൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പ് and തിരഞ്ഞെടുത്തിരിക്കുന്നു. God is sent in this world on the right time. അവൻ തക്ക സമയമായപ്പോൾ അവൻ നമ്മെ ലോകത്തിലേക്ക് We അയച്ചിരിക്കുന്നു. are also sent by God. നാമും ദൈവത്താൽ And do അയക്കപ്പെട്ടവരാകുന്നു. you have that belief that I am sent by God? നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? Or are you sent by your parents? അല്ലെങ്കിൽ മാതാപിതാക്കളാൽ നിങ്ങൾ അയക്കപ്പെട്ടു? Are you sent by any will of man? അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്റെ ഇച്ഛയാൽ നിങ്ങൾ കടന്നു വന്നു? What the word of God says, എന്താകുന്ന തിരുവെഴുത്ത് those പറയുന്നത്? who born of God, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ, they are not by their parents, അത് അവർ മാതാപിതാക്കളല്ല, they are not by the will of man, പുരുഷന്റെ ഇച്ഛയാലുമല്ല, or they are not by the will of flesh, അത് പുരുഷന്റെ ജഡത്തിന്റെ ഇച്ഛയാലുമല്ല, they are by God. അവർ ദൈവത്താലാകുന്നു. Those who receive God, we are from God. ദൈവത്തെ തേടുന്നവർ അവർ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. We are sent by God in this world. ഈ ലോകത്തിലേക്ക് നാം ദൈവത്താൽ അയക്കപ്പെട്ടവരാകുന്നു. Like John the Baptist, we are also sent. യോഹന്നാൻ സ്നാപകനെ പോലെ നാം ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു. Now we must understand our responsibility and ministry which God has kept for us. ദൈവം നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കർത്തവ്യത്തെ നാം ഇപ്പോൾ What അറിയേണ്ടിയിരിക്കുന്നു. for God has sent us? എന്തിനായി ദൈവം നമ്മെ To അയച്ചിരിക്കുന്നു? prepare way for Jesus. യേശുവിനായി വഴിയൊരുക്കുവാൻ, To prepare way for Jesus to come in this world. ഈ ലോകത്തിലേക്ക് യേശു കടന്നു വരുവാനുള്ള വഴിയൊരുക്കുവാൻ He sincerely did ministry for Jesus. അവൻ വാസ്തവമായി ആത്മാർത്ഥതയോടെ യേശുവിനായി ശുശ്രൂഷ ചെയ്തു. And therefore Jesus could come and do greater ministry. അതുകൊണ്ട് യേശുവിനെ കടന്നു വന്ന് ഒരു വലിയൊരു പ്രവൃത്തി ചെയ്യുവാൻ യേശുവിനെ കഴിഞ്ഞു. But the second coming of Jesus, എന്നാൽ യേശുവിന്റെ രണ്ടാം വരവെങ്കിൽ he is not going to do any ministry here in this world. ഈ ലോകത്തിൽ അവൻ ഏതും ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്നില്ല. He will appear to take away on the midday. അവൻ നമ്മെ മധ്യാകാശത്തിൽ എടുക്കേണ്ടതിനാകുന്നു കടന്നു വരുന്നത്. He will come to take his church to be with him forever and ever. അവനോടുകൂടെ എന്നേക്കും നിത്യതയിൽ കാണപ്പെടുവാൻ തന്റെ സഭയെ എടുക്കുവാൻ അവൻ കടന്നു വരുന്നു. And that important responsibility, more than John the Baptist, it is laid on our shoulders. ഇപ്പോൾ യോഹന്നാൻ സ്നാപകനേക്കാൾ ഉപരിയായി ആ കർത്തവ്യം നമ്മുടെ ചുമലിൽ അവൻ ഏൽപ്പിച്ചിരിക്കുന്നു. On that second coming of Jesus, അല്ലെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവെങ്കിൽ, that is secret coming, അത് രഹസ്യവരമെന്ന് വിളിക്കുന്നുവല്ലോ. that is glorious advent, അതൊരു തേജസ്സേറിയ പ്രത്യക്ഷതയാകുന്നു. that is for the bride of Christ, അത് ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് that is വേണ്ടിയുള്ളതാകുന്നു. for man child, അത് ആൺകുട്ടിക്കുള്ളതാകുന്നു. that is for limited group of people, അത് തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം ജനത്തിനാകുന്നു. that is not for sinners, അത് പാപികൾക്കുള്ളതല്ല. that is for saints, അത് വിശുദ്ധന്മാർക്കുള്ളതാകുന്നു. that is for first fruits, അത് ആദ്യഫലങ്ങൾക്കുള്ളതാകുന്നു. that is for those who are eagerly waiting for his return, അല്ലെങ്കിൽ അവന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്കാകുന്നു. those who are prepared themselves and they are waiting as a bride of Christ to meet and to be with him forever and ever. For them he will appear on midday. അവന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ, ആൺകുട്ടിയായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. How he is going to appear? എപ്രകാരം അവൻ വെളിപ്പെടുവാൻ പോകുന്നു? In the book of Malachi chapter 3 verse 1, when we read, മലാക്കി പ്രവാചക പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, here Malachi the prophet says, ഇവിടെ മലാക്കി പ്രവാചകൻ ഇപ്രകാരമാകുന്നു പറയുന്നത്: Behold, I send my messenger. ഇതാ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. He shall prepare the way before me. അവൻ എനിക്ക് മുമ്പായി എന്റെ വഴി ഒരുക്കും. And the Lord whom ye seek shall suddenly come into his temple. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. Even the messenger of my covenant, എന്റെ നിയമദൂതനായവൻ തന്നെ, whom ye delight in,
നീ അവൻ പ്രമോദിക്കുന്നു. Behold, he shall come and the Lord of hosts. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, about whom it is written here? ആരെ കുറിച്ചാകുന്നു ഇവിടെ It എഴുതിയിരിക്കുന്നു? is written about you and me. നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ഇവിടെ എഴുതിയിരിക്കുന്നു. Behold, I send my messenger. ഇതാ എന്റെ ദൂതനെ ഞാൻ It അയക്കുന്നു. is not about John the അത് Baptist. യോഹന്നാൻ സ്നാപകനെ കുറിച്ചല്ല. Once Jesus came into this world in this physical flesh, ഈ ഭൗമ്യ ശരീരത്തിൽ അക്ഷരികമായി തന്നെ യേശു ഇഹലോകത്തിലേക്ക് കടന്നു വന്നു. but the next time when he will come in his glorious body, എന്നാൽ അടുത്ത പ്രാവശ്യം അവൻ കടന്നു വരുമ്പോൾ തേജസ്സേറിയ ശരീരത്തോടുകൂടി അവൻ കടന്നു വരും. on where no one expects, അത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത വിധം, on where no one understands. ഇവിടെ അത് ആർക്കും മനസ്സിലാകുകയില്ല. In the way suddenly he will come. അങ്ങനെ പെട്ടെന്ന് അവൻ കടന്നു വരും. Where he will come? എവിടെ അവൻ കടന്നു He വരും? will come into his temple. അവന്റെ മന്ദിരത്തിലേക്ക് അവൻ കടന്നു വരും. And why he will come? എന്തിനായി അവൻ കടന്നു The വരും? word of God says to take up his jewels. തിരുവചനം പറയുന്നു തന്റെ നിക്ഷേപങ്ങളെ ചേർക്കേണ്ടതിനായി, To gather away his precious people. അല്ലെങ്കിൽ അവന്റെ വിലയേറിയപ്പെട്ട ജനങ്ങളെ ചേർക്കേണ്ടതിനായി. He is the Lord of our covenant. അവനാകുന്നു നമ്മുടെ ഉടമ്പടിയുടെ കർത്താവ്. He will come and he wants to take us away. അവൻ കടന്നു വന്ന് അവൻ നമ്മെ എടുത്തുകൊള്ളുവാൻ And ആഗ്രഹിക്കുകയാണ്. therefore, what is our duty now? അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉള്ള കർത്തവ്യം എന്താകുന്നു? To prepare way for our Lord. നമ്മുടെ കർത്താവിന് വഴിയൊരുക്കുക. Are we preparing way for our God? നമ്മുടെ കർത്താവിന് നാം വഴിയൊരുക്കുന്നുവോ? Or are we live a normal life? അല്ലെങ്കിൽ നാം സാധാരണ ഒരു ജീവിതം നയിക്കുന്നുവോ? Many times we are living a casual life. പലപ്പോഴും നാം ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. We are living for ourselves. പലപ്പോഴും നാം നമുക്കായി തന്നെ ജീവിക്കുന്നു. We are pleasing our own selves and we are living. നമ്മുടെ സ്വയത്തെ നാം പ്രമോദിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് പലപ്പോഴും നാം ജീവിക്കുന്നു. All of a sudden, if God come, what would happen to us? പെട്ടെന്ന് കർത്താവ് വരുന്നുവെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? Can he come at your house? നിങ്ങളുടെ വീടിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമോ? Can he come at your home? നിങ്ങളുടെ കുടുംബത്തിൽ അവന് കടന്നു വരുവാൻ കഴിയുമോ? Can he come at your life? നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് അവന് വരുവാൻ കഴിയുമോ? Can he come at your life of your children? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനുള്ളിലേക്ക് അവന് വരുവാൻ കഴിയുമോ? Can he come at your church? നിങ്ങളുടെ സഭയിൽ അവന് കടന്നു വരുവാൻ കഴിയുമോ? What you'll say? എന്താകും നിങ്ങൾ പറയുക? Not. Lord, don't come now. കർത്താവേ ഇപ്പോൾ വരേണ്ട. Lord, I am not ready. ഞാൻ തയ്യാറായി കാണപ്പെടുന്നില്ല. Lord, please come tomorrow. കർത്താവേ ദയവ് ചെയ്ത് നാളെ വരണം. Let me sanctify myself. എന്നെ തന്നെ ഞാനൊന്ന് ശുദ്ധീകരിക്കട്ടെ. Let me make myself as bride of Christ. Then you come, Lord. ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഞാൻ എന്നെ തന്നെ ഒരുക്കിയ ശേഷം ദൈവമേ നീ ദയവ് ചെയ്ത് വരിക. What will be our response? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? Today, if our Christ would appear, ഇന്ന് നമ്മുടെ ക്രിസ്തു വെളിപ്പെട്ടാൽ can we meet him face to face? അവനെ നമുക്ക് മുഖാമുഖമായി സന്ദർശിപ്പാൻ കഴിയുമോ? Yes, Lord, I am waiting for you. അതേ കർത്താവേ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. Please come. നീ ദയവ് ചെയ്ത് വരണം. Lord, all these years I am eagerly waiting for you. കർത്താവേ ഈ വർഷങ്ങളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. Lord, I prepared way for you and I was waiting for you. കർത്താവ് നിനക്കായി ഞാൻ പാതയൊരുക്കി നിനക്കായി ഞാൻ കാത്തിരുന്നു. I made everything smooth that without any hindrance to come, I have made everything ready. Please come to me, Lord. ഒരു തടസ്സവും കൂടാതെ നീ വരേണ്ടതിനായി സകലവും ഞാൻ നിരപ്പാക്കിയിരിക്കുന്നു. ദയവ് ചെയ്ത് നീ വരിക. And what Abraham told? എന്താകുന്നു അബ്രഹാം പറഞ്ഞത്? And he fell down to the angels which came unto him and said, Lord, please come into my home. അവന്റെ അടുക്കലേക്ക് വന്ന ദൂതന്മാരുടെ കാൽക്കൽ വീണ് അവൻ സാഷ്ടാംഗം നമസ്കരിച്ച് പറയുകയാകുന്നു, ദയവ് ചെയ്തു വരണമേ. You can come. നിനക്ക് കടന്നു വരാം. They joyfully came. അവൻ സന്തോഷത്തോടു കൂടെ കടന്നു വന്നു. Lot also fell down and worshipped. ലോത്തും വീണ് നമസ്കരിച്ചു. And when he invited, അവൻ അവരെ സ്വാഗതം ചെയ്ത what they told? എന്താകുന്നു അവർ പറഞ്ഞത്? We will not come. ഞങ്ങൾ വരികയില്ല. We will not come. ഞങ്ങൾ വരികയില്ല. We will stay at streets. ഞങ്ങൾ വീതികളിൽ തങ്ങിക്കൊള്ളാം. But we won't come there. എന്നാൽ ഞങ്ങൾ അവിടെ വരികയില്ല. But dear child of God, എന്നാൽ പ്രിയ ദൈവമേ, what about your life and my life? നിങ്ങളുടെ ജീവിതവും എന്റെ ജീവിത പ്രകാരമേ ആയിരിക്കും. Suddenly he will come. പെട്ടെന്ന് അവൻ കടന്നു വരും. It may be in a fraction of the second. ചിലപ്പോൾ അത് നൊടി നേരത്തേക്കായിരിക്കും. It may be in a twinkling of an eye. ചിലപ്പോൾ കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ അവൻ Where കടന്നു വരും. no one expects. ആരും പ്രതീക്ഷിക്കാത്ത Where സന്ദർഭത്തിൽ, no one believes. ആരും വിശ്വസിക്കാത്ത നേരത്ത്, When the love of God, when it become cold, that time he will come. ചിലപ്പോൾ സ്നേഹം തണുത്ത അവസരത്തിൽ അവൻ കടന്നു വരാം. When faith become cold, that time he will come. വിശ്വാസം തണുത്ത അനുഭവത്തിൽ അവൻ കടന്നു വരാം. But can we meet him? എന്നാൽ നമുക്ക് അവനെ കാണുവാൻ കഴിയുമോ? Are you preparing way for you? അവനായുള്ള വഴി നിങ്ങൾ ഒരുക്കുന്നുവോ? Are you preparing way for your family? നിങ്ങളുടെ കുടുംബത്തിനായുള്ള വഴി നിങ്ങൾ ഒരുക്കുന്നുവോ? Are you preparing way for your friends? നിങ്ങളുടെ സ്നേഹിതർക്കുള്ള വഴി നിങ്ങൾ ഒരുക്കുന്നുവോ? Or are you saying, Lord, my way is not prepared, Lord?
അല്ലെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പറയുന്ന കർത്താവേ എന്റെ വഴി ഒരുക്കപ്പെട്ട് കാണപ്പെടുന്നില്ല, if you don't prepare way, നിങ്ങൾ വഴി ഒരുക്കുന്നില്ല എങ്കിൽ and do you know what happened? എന്താകും സംഭവിക്കുന്നത് He നിങ്ങൾക്ക് won't wait and wait and wait. അവൻ എന്നാളും കാത്തി നിൽക്കുകയില്ല. Where way is prepared, there he will come and go. എവിടെ വഴി ഒരുക്കപ്പെട്ടുവോ അവിടെ കടന്നു വന്നവൻ കടന്നു പോകും. Your neighbor might have prepared their way that Jesus may come and take them away. നിങ്ങളുടെ സ്നേഹിതൻ ഒരുപക്ഷെ വഴി ഒരുക്കിയിട്ടുണ്ടാകാം, യേശു അവിടെ കടന്നു വന്ന് അവരെ എടുത്തുകൊണ്ടു പോകും. He won't come to your way, but he will come their way and take them away and go. നിങ്ങളുടെ വഴിയിൽ കടന്നു വരാതെ അവരുടെ വഴിയിൽ കടന്നു വന്ന് അവരെ എടുത്തുകൊണ്ടുപോകും. He may be your friend. ചിലപ്പോൾ അവർ നിങ്ങളുടെ സ്നേഹിതരായിരിക്കും. In their life, way might have prepared. അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവർ പാത നേരെയാക്കിയിട്ടുണ്ടാകാം. That Jesus will come and take them away and go. യേശു അവിടെ കടന്നു വന്ന് അവരെ എടുത്തുകൊണ്ടുപോകും. As you are sitting and worship, നിങ്ങൾ ആരാധിക്കുന്ന വേളയിൽ തന്നെ the person who is sitting nearby, നിങ്ങളുടെ അടുത്തിരുന്ന് ആരാധിക്കുന്ന വ്യക്തി, if he would have prepared way for Jesus, അവർ യേശുവിന്റെ വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ all of a sudden he will be caught up and you will be left behind. പെട്ടെന്ന് തന്നെ അവർ എടുക്കപ്പെടും, നിങ്ങളോ കൈവിടപ്പെടും. For that, our duty is very much important. അതിനായി നമ്മുടെ കർത്തവ്യം, ഉത്തരവാദിത്വം പ്രാധാന്യമുള്ളതാകുന്നു. John understood his responsibility. യോഹന്നാൻ സ്നാപകൻ തന്റെ കർത്തവ്യത്തെ നന്നായി അറിഞ്ഞു. And what it was told unto him, he did it very well. അവനോട് പറഞ്ഞത് അവൻ നന്നായി ചെയ്തു. What was the first work he did? എന്താകുന്നു അവൻ ചെയ്ത ഒന്നാമത്തെ പ്രവൃത്തി? As a messenger he came there. ഒന്നാമതായി ദൈവത്തിന്റെ ദൂതനായി അവനോട് കടന്നു വന്നു. And with a message he came there. ഒരു ദൂതോ തന്റെ കയ്യിൽ ഏൽപ്പിച്ചവനായി അവൻ കടന്നു വന്നു. Yes, I am here to prepare way for Jesus. അതെ, ഞാൻ യേശുവിനായി വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ടവൻ. I am here to prepare way for Jesus. അതെ, ഞാൻ യേശുവിനായി വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ടവൻ. Mightier than yes, person is going to come. എന്നേക്കാൾ ശക്തനായവൻ എന്റെ പുറകാലെ വരുന്നു. Messiah is going to come. മസിഹാ ഇതാ വരുന്നു. And through my ministry, his ministry is going to be blessed. അതെ, എന്റെ ശുശ്രൂഷയാൽ അവന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. So whatever it was commanded to him, he did it well. അതുകൊണ്ട് തന്നോട് കൽപ്പിച്ചതൊക്കെ അവൻ നന്നായി ചെയ്തു. Praise be to his holy name. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, how we are doing our lives. എപ്രകാരമാകുന്നു നമ്മുടെ ജീവിതത്തെ നാം നയിക്കുന്നത്? As a messenger, first of all, we have to keep our life. ഒന്നാമതായി ഒരു ദൂതനെ പോലെ നമ്മുടെ ജീവിതത്തെ നാം കാത്തു പരിപാലിക്കണം. Jesus is coming very soon. യേശു എത്രയും വേഗം കടന്നു വരുന്നു. And that message is given to us. ആ ദൂത് നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. This is the greatest message given in our hands. ഇതാകുന്നു നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൂത്. Message of salvation is given. രക്ഷയുടെ ദൂത് നൽകി തന്നിരിക്കുന്നു. Message of sanctification is given. ശുദ്ധീകരണത്തിന്റെ ദൂത് Message of നൽകപ്പെട്ടിരിക്കുന്നു. holiness is given. വിശുദ്ധിയുടെ ദൂത് നൽകപ്പെട്ടിരിക്കുന്നു. Message of eternity is given. നിത്യതയുടെ ദൂത് നൽകപ്പെട്ടിരിക്കുന്നു. All glorious message we have. തേജസ്സേറിയ സുവിശേഷമൊക്കെയുമുണ്ട്. And more than all this message, എന്നാൽ ഈ ദൂതിനൊക്കെയും ഉപരിയായി a greater message is given. ഒരു വലിയ ദൂത് നമ്മുടെ കയ്യിൽ What is ഭരമേൽപ്പിച്ചിരിക്കുന്നു. that? അതെന്താകുന്നു? Our Jesus is coming. നമ്മുടെ യേശു വരുന്നു. Very soon he is coming. എത്രയും വേഗം അവൻ വരുന്നു. As a thief he is going to come. ഒരു കള്ളനെ പോലെ അവൻ വരുന്നു. He will come when no one expects. ആരും നനയ്ക്കാത്ത നാഴികയിൽ അവൻ കടന്നു വരും. This message is for you and me. This is for those who are preparing themselves for the coming of the Lord. നിങ്ങൾക്കും എനിക്കുമുള്ളതാകുന്നു. കർത്താവിനായി വഴികളെ ഒരുക്കുന്നവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൂതാകുന്നു. After hearing this message, ഈ ദൂത് കേട്ടതിന് ശേഷം, after having this message, ഈ ദൂത് കൈവശമുള്ളതിന് ശേഷം, if we don't prepare the way for the Lord to come and take us away, what a foolish we will be. കർത്താവ് വരുവാൻ തക്കവണ്ണം വന്ന് നമ്മെ എടുക്കുവാൻ തിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ പാതകളെ നാം ശരിയാക്കുന്നില്ല എങ്കിൽ എത്ര ഭോഷത്വമായ ജീവിതം. Many a times carelessly we are wasting our times. പലപ്പോഴും അലസരായി നമ്മുടെ ജീവിതത്തെ നാം പാഴാക്കി കളയും. We think this world is for ever and ever. നാം ചിന്തിക്കുന്ന ഈ ലോകം നിത്യമായി കാണപ്പെടുമെന്ന്. We are preparing way to live in this world for another 1,000 years. ഇനിയും 1000 വർഷക്കാലം ജീവിപ്പാനുള്ള വഴി നാം ഈ ലോകത്തിൽ തേടുന്നു. We are building beautiful mansions and we are accumulating money. We are thinking about comforts and all type of things in this world. For that we are laboring night and day. ഈ ലോകത്തിൽ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി പണവും മറ്റും സമ്പാദിച്ച് സുഖ സൗകര്യങ്ങളോട് കൂടെ ആസ്വദിപ്പാൻ തക്കവണ്ണം നാം പരിശ്രമിക്കുകയാകും. We think we are going to be there forever. നാം ചിന്തിക്കുന്ന നാം ഇവിടെ നിത്യം ഉണ്ടായിരിക്കുമെന്ന്. For everything, for our physical life, we make it comfort and we make it as very smooth. നമ്മുടെ ഭൗമിക ജീവിതത്തിന് ആവശ്യമായ സകലവും നാം ഉണ്ടാക്കുന്ന സുഖത്തിന് വേണ്ടി ഇതൊക്കെ നാം ചെയ്തു കൂട്ടുന്നു. But at the same time, എന്നാൽ അതേ സമയം തന്നെ we have to think that one day Jesus would come. എന്നാൽ നാം ചിന്തിക്കേണ്ട വിഷയം ഒരു നാളിൽ യേശു വരുമെന്നുള്ളതാകുന്നു. Very soon, surely he will come. നിശ്ചയമായും ഒരു നാളിൽ അവൻ കടന്നു വരും. When he will come? അവൻ കടന്നു വരുമ്പോൾ, എപ്പോൾ കടന്നു വരും? When he will come? That moment when he will come, can he come straightly to us? അവൻ കടന്നു വരുന്ന നാഴികയിൽ നേരിട്ട് നമ്മുടെ അടുക്കിലേക്ക് അവന് കടന്നു വരുവാൻ കഴിയുമോ? In the book of Isaiah 62 verse 10 when we read, യെശയ്യാ പ്രവാചക പുസ്തകം 62:10 നാം വായിക്കുമ്പോൾ, here
through Isaiah the prophet, the Spirit of God says, ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരമാകുന്നു പറയുന്നത്, how to prepare. എപ്രകാരം തയ്യാറാകണമെന്ന്. Go through. നിങ്ങൾ കടന്നു ചെല്ലുവിൻ. And go through the gates. നിങ്ങൾ വാതിലിലൂടെ കടന്നു ചെല്ലുവിൻ. Prepare ye the way of the people. ജനത്തിന് വഴിയൊരുക്കുവിൻ. Cast up the highway. നികത്തുവിൻ, പെരുവഴി നികത്തുവിൻ. And gather up the stones. കല്ല് പെറുക്കി കളവിൻ. Lift up the standard for the people. ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവിൻ. Be a child of God. പ്രിയ ദൈവമൈതലേ, We have to prepare way for ourselves. നമുക്ക് വേണ്ടി തന്നെ നാം വഴി ഒഴുക്കണം. And we have to way for our people. നമ്മുടെ ജനത്തിനു വേണ്ടിയുള്ള വഴി നാം ഒരുക്കണം. Through the gate we must go through. വാതിലിനുള്ളിൽ കൂടെ നാം കടക്കണം. This gate is very narrow. ഈ വാതിൽ എന്നത് ഇടുക്കമുള്ളതാകുന്നു. This path is very much straight. മാത്രമല്ല ഈ വഴി എന്നത് ഞെരുക്കവുമുള്ളതാകുന്നു. But in that path, എന്നാൽ ആ വഴിയിൽ there are so many pits and snares are there. അവിടെ പലവിധമായ കെണികളും കുഴികളുമുണ്ട്. And in that path, ആ വഴിയിൽ it is full of thorns and stones. അവിടെ മുള്ളുകളും അവിടെ കല്ലുകളും കാണപ്പെടുന്നു. That way is not a proper way for the people of God. ദൈവജനത്തെ സംബന്ധിച്ച് ആ വഴി എന്നത് നേരായുള്ള വഴിയായി And കാണപ്പെടുന്നു. what they think, എന്താകുന്നു അവർ that ചിന്തിക്കുന്നത്, is a very hardest path. അത് കഠിനമേറിയ പാതയാണ്. And that they cannot go through it. അതിലൂടെ കടന്നു പോകാൻ അവർക്ക് കഴിവില്ല And എന്ന്. they cannot press ahead and go to the very end. അല്ലെങ്കിൽ അവസാനത്തോളം പോവാൻ, മുമ്പോട്ട് പോകുവാൻ അവർക്ക് കഴിവില്ല എന്ന് അവർ പറയുന്നു. But we must go through that path. എന്നാൽ നാമോ ആ വഴിയിലൂടെ കടന്നു പോകണം. And we have to fill all the pits. നാം ആ കുഴിയൊക്കെ നികത്തേണം. And we have to gather every stones. അവിടെയുള്ള സകല കല്ലും നാം പെറുക്കി കളയണം. We have to make it proper. അത് നന്നായി ചൊവ്വുള്ളതാക്കണം. And we have to pray for them. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. And we have to help them by advising them. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി നാം അവരെ And സഹായിക്കണം. we have to encourage them. നാം അവരെ ഉത്സാഹിപ്പിക്കണം. The time is very nigh. സമയമെടുത്തിരിക്കുന്നു. Very soon he is going to appear. എത്രയും വേഗം അവൻ കടന്നു വരുവാൻ Suddenly he will appear. പെട്ടെന്ന് അവൻ കടന്നു വരും. Your path is not right. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നേരായി കാണപ്പെടുന്നില്ല. Oh, you are looking back. നിങ്ങൾ പുറകോട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നു. Leaving the straight way, you are going to the broad way. നിങ്ങൾ ഇപ്പോൾ ആ ഇടുക്കമുള്ള പാതയെ വിട്ടുകൊണ്ട് ആ പെരുവഴിയിൽ നിങ്ങൾ പോയി പോകുന്നു. What David says എന്താകുന്നു ദാവീദ് പറയുന്നത്? in Psalms 101 verse 3 when we read, 101 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം അവൻ പറയുകയാകുന്നു. from verse 2 onwards when we read, അതിന്റെ 2-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, I will behave myself wisely in a perfect way. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. When wilt thou come unto me? എപ്പോൾ നീ എന്റെ അടുക്കൽ വരും? I will walk within my house with a perfect heart. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. I will set no wicked thing before mine eyes. ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. I hate the work of them that turn aside. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. It shall not cleave to me. അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. A froward heart shall depart from me. വക്രത ഹൃദയം എന്നോട് അകന്നിരിക്കും. I will not know any wicked person. ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. And what he says, എന്താകുന്നു പറയുന്നത്? I will wisely behave in my house. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. I will live a perfect life. ഞാൻ ഒരു നിഷ്കളങ്ക മാർഗത്തിൽ ജീവിക്കും. When wilt thou come unto me? എപ്പോൾ നീ എന്റെ അടുക്കൽ കടന്നു വരും? See this Old Testament saint, നോക്കുക ഈ പഴയ നിയമ വിശുദ്ധനെ, he had a vision. തനിക്കൊരു ദർശനമുണ്ടായിരുന്നു. Anytime my God may come and visit me. ഏത് സമയത്തും എന്റെ ദൈവം കടന്നു വന്ന് എന്നെ സന്ദർശിച്ചേക്കാം. That's what he says. അതുകൊണ്ട് അവൻ പറയുന്നു, he visits me at night time. അവൻ എന്നെ രാത്രി വേളയിൽ എന്നെ സന്ദർശിച്ചു. And finds nothing in my life. എന്നാൽ എന്നിൽ ഒരു കുറ്റവും കണ്ടില്ല. He searcheth me. He searcheth my heart. എന്റെ ഹൃദയത്തെ അവൻ ശോധന ചെയ്യുന്നു. He searcheth me thoroughly. അവൻ എന്നെ മുറ്റുമായി പരിശോധിക്കുന്നു. And he was waiting. Lord, when wilt thou come? അവൻ എപ്പോൾ ദൈവം എപ്പോൾ കടന്നു വരുന്നുവെന്ന് ആകാംക്ഷയോടെ കാത്തു അവൻ ഇരിക്കുന്നു. For that what he did? അതിനായി താൻ എന്ത് ചെയ്തു? He did not keep any wicked thing before him. തന്റെ മുമ്പിൽ ഒരു നീചകാര്യവും അവൻ വെച്ചില്ല. Whatever small or great, immediately he removed from his life. ചെറുതോ വലുതുമായ ഏത് കാര്യം ഉടനെ തന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ അകറ്റിക്കളഞ്ഞു. With a wise-hearted, he lived in the perfect way. നിഷ്കളങ്ക മാർഗത്തിൽ ഒരു ബുദ്ധിയുള്ള ഹൃദയത്തോടു കൂടെ ഞാൻ ജീവിച്ചു. And he was asking, Lord, when will thou come? അതിനുശേഷം ദൈവത്തോട് ഇപ്രകാരം ചോദിക്കുക, ദൈവം നീ എപ്പോൾ വരും? Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, in our life too, നമ്മുടെ ജീവിതത്തിലും we must have that same principle. അതേ തത്വം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We must walk wisely in perfect way. നാം ബുദ്ധിയോടുകൂടെ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കണം. And we must have this question, Lord, when you will come? മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരിക്കണം, ദൈവമേ നീ എപ്പോൾ വരും? At morning or midnight or cockcrowing, when will thou come, Lord? കർത്താവേ നീ ഉഷസ്സിലോ കോഴി കൂവുന്ന നേരത്തിലോ അതോ രാത്രിയാകുന്നു നീ കടന്നു വരുന്നത്? When will thou come? നീ എപ്പോൾ കടന്നു വരും? Lord, let me walk
in my house in a perfect way, Lord. കർത്താവെ, ഞാൻ എന്റെ ഭവനത്തെ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ പെരുമാറട്ടെ. I will not keep any wicked thing before me. കർത്താവെ, എന്റെ മുമ്പിൽ ഞാൻ ഒരു നീചകാര്യവും വെക്കുകയില്ല. I hate the works of them that turn aside. It shall not cleave me. വക്രത ഹൃദയം എന്നോട് അകന്നിരിക്കും, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. I will not keep any unity with wicked person. കർത്താവെ, ദുഷ്ടത നിറഞ്ഞ ജനത്തോട് ഞാൻ ഒരു സഖ്യതയും വലിച്ചു പുലർത്തുകയില്ല. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, you may say everywhere sin is abounding. നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞേക്കാം, സകലയിടത്തും പാപം പെരുകുന്നു, Everywhere iniquity is abounding. എല്ലായിടത്തും അതിക്രമം പെരുകി വരുന്നു, Everywhere only defilement is there. എല്ലായിടത്തും നോക്കിയാൽ മലിനത മാത്രം. But you must have a difference between they and you. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചോ അവരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം കാണപ്പെടണം. You are not worldly people. നിങ്ങൾ ലോകത്തിലെ ജനങ്ങളെ There is പോലെയുള്ളവരല്ല. a vast difference between you and worldly people. നിങ്ങളും ലോകത്തിലെ ജനങ്ങളും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. Why you are here? എന്തിനായി നിങ്ങൾ ഇവിടെ കാണപ്പെടുന്നു? Why you are here? നിങ്ങൾ എന്തിനാ ഇവിടെ To കാണപ്പെടുന്നു? prepare way for the Lord. കർത്താവിനായി വഴിയൊരുക്കുവാൻ, To prepare a way for your family. നിങ്ങളുടെ കുടുംബത്തിനായി വഴിയൊരുക്കുവാൻ, To prepare a way for your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി വഴിയൊരുക്കുവാൻ. Of that when he come to be caught up. അവൻ കടന്നു വരുമ്പോൾ നിങ്ങളും എടുക്കപ്പെടേണ്ടതിനായി. What the Spirit of God did. എന്താകുന്ന ദൈവത്തിന്റെ ആത്മാവ് ചെയ്തത്? In the beginning God created heaven and earth. ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. Earth was without form and void. ഭൂമിയോ പാഴും ശൂന്യമായിരുന്നു. Spirit of God was brooding there. ദൈവത്തിന്റെ ആത്മാവോ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. Spirit of God, it was going on working there. ദൈവത്തിന്റെ ആത്മാവോടെ ക്രിയ ചെയ്തുകൊണ്ടിരുന്നു. Why the Spirit of God working there? എന്തുകൊണ്ടാകുന്ന ദൈവത്തിന്റെ ആത്മാവോടെ പ്രവർത്തിച്ചത്? There was no hope. അവിടെ പ്രത്യാശയില്ലായിരുന്നു. Everywhere it was void. എല്ലായിടത്തും പാഴും ശൂന്യമായിരുന്നു. It was empty. അവിടെ ശൂന്യതയായിരുന്നു. It was pits and up and downs. അവിടെ കുഴികളും താഴ്വരകളും നിറഞ്ഞിരുന്നു. But Spirit of God was moving there. എന്നാൽ ദൈവത്തിന്റെ ആത്മാവോടെ And പരിവർത്തിച്ചുകൊണ്ടിരുന്നു. Spirit of God knew that God is going to visit this place. ദൈവം ഈ സ്ഥലത്തെ സന്ദർശിപ്പാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് അറിഞ്ഞിരുന്നു. And therefore it was brooding there. അതുകൊണ്ട് അവിടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. How many years, how many millions of years, we don't know. എത്ര ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ സംവത്സരങ്ങളിൽ നിന്ന് നമുക്കറിയില്ല. But the Holy Spirit was moving there. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. And because of that, അതുമൂലം that Holy Spirit prepared way for word of God to come there. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ വചനം അവിടെ കടന്നു വരുവാനുള്ള വഴി ഒരുക്കി. All of a sudden, പെട്ടെന്ന് there was a word. അവിടെ ഒരു വചനമുണ്ടായി. Let there be light. വെളിച്ചമുണ്ടാകട്ടെ. And light came into existence. വെളിച്ചം വന്നു. And let there be birds. അവിടെ പക്ഷി പർവ്വജാതികൾ ഉണ്ടാകട്ടെ. Or let there be animals. അവിടെ മൃഗങ്ങൾ ഉണ്ടാകട്ടെ. Or let there be trees. മരങ്ങൾ ഉണ്ടാകട്ടെ. Let there be star. അവിടെ നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ. When God commanded one by one, everything came into existence. അങ്ങനെ ദൈവം ഓരോന്നായി കൽപ്പിച്ചപ്പോൾ സകലം ഉണ്ടായി. Everything was good. എല്ലാം നന്നായി. Dear brother, dear sister, സഹോദര സഹോദരി, let the Holy Spirit continually move in our life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പരിവർത്തിക്കട്ടെ. You may think in my life there is no proper life, proper discipline. നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ വിചാരിച്ചേക്കാം, എന്റെ ജീവിതത്തിൽ ശരിയായ അച്ചടക്കം, ക്രമം, ജീവനില്ലല്ലോ. My life is up and down. ഇതാ എന്റെ ജീവിതം ഉയർന്നും താഴ്ന്നും ഇരിക്കുന്നു. There is no proper blessing in my life. എന്റെ ജീവിതത്തിൽ ശരിയായ അനുഗ്രഹങ്ങൾ I കാണപ്പെടുന്നില്ല. don't have hope. എനിക്ക് പ്രത്യാശയ്ക്ക് I വകയില്ല. don't have proper spiritual life. എനിക്ക് ശരിയായ ആത്മീയ ജീവിതം ഇല്ല. I lost every blessing. എനിക്ക് ഉള്ള സകല അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. Your life is like void and empty. നിങ്ങളുടെ ജീവിതമോ ഇപ്പോൾ പാഴും ശൂന്യമായി കാണപ്പെടുന്നു. But let the Spirit of God move upon your life. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ പരിവർത്തിക്കട്ടെ. Then when the word proceed in your life, അങ്ങനെയെങ്കിൽ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ every fullness will be created. മുഴുവൻ സമ്പൂർണ്ണതയും പൂർണ്ണതയും നിങ്ങളുടെ ജീവിതത്തിൽ Our ഉരുവാക്കപ്പെടും. God is the one who created everything out of nothing. നമ്മുടെ ദൈവമോ ഒന്നുമില്ലായ്മയെന്നും സകലത്തെ സൃഷ്ടിച്ച ദൈവമാകുന്നു. He will create everything in your life. എല്ലാം അവൻ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. All fullness will come in your life. സകല സമ്പൂർണ്ണതയും പൂർണ്ണതയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. All the mountains will be lowered. എല്ലാ കുന്നുകളും താഴ്ന്നു പോകും. All the valleys will be exalted. എല്ലാ താഴ്വരയും ഉയർത്തപ്പെടും. All the rough ways may be straight, will become smooth. അതേ എല്ലാ ദുർഘടങ്ങളും നിരപ്പാകും. All the crooked is going to be straight. അതേ എല്ലാ ദുർഘടങ്ങളും നേരെയായി I തീരും. believe that. ഞാൻ വിശ്വസിക്കുന്നു. How many of you believe? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, like David, let us take a decision. ദാവീദിനെ പോലെ നമുക്കൊരു തീരുമാനമെടുക്കാം. I will not keep any wicked thing. ഒരു നീചകാര്യം ഞാൻ വെക്കുകയില്ല. I am going to remove every stone from my life. എന്റെ ജീവിതത്തിലുള്ള സകല കല്ലും ഞാൻ നീക്കിക്കളയാൻ പോകുന്നു. Every thorns I am going to remove. എല്ലാ മുള്ളും ഞാൻ നീക്കിക്കളയാൻ പോകുന്നു. Lord, when you come, you must come directly to me. കർത്താവേ, നീ കടന്നു വരുമ്പോൾ നേരിട്ട് എന്നിലേക്ക് കടന്നു When you വരണമേ. come, you must come directly to my family. നീ കടന്നു വരുമ്പോൾ നേരിട്ട് എന്റെ കുടുംബത്തിലേക്ക് കടന്നു There വരണമേ. should not be any hindrance, Lord. കർത്താവേ, ഒരു തടസ്സവും അതിന് കാണപ്പെടരുത്.
Lord, every lowly experience must be exalted. കർത്താവേ, എല്ലാ അനുഭവങ്ങളും ഉയർത്തപ്പെടണം. Lord, my low spiritual experience must be exalted. താഴ്ന്നതായ ആത്മീയ കാര്യങ്ങളൊക്കെ ഉയർത്തപ്പെടണം. My emptiness must be filled. എന്റെ ശൂന്യത പൂർണ്ണമാക്കണം. All my pride should come down. കർത്താവ്, സകല നിഗളവും താഴ്ന്നു പോകണം. Lord, whatever against thy will, it must become smooth. കർത്താവ്, നിന്റെ ഹിതത്തിനെതിരെ കാണപ്പെടുന്നൊക്കെ നിർമൂലമാകണം. Dear brother, dear sister, സഹോദര do സഹോദരി, you have the desire? നിങ്ങൾക്ക് അപ്രകാരം വാഞ്ചയുണ്ടോ? Let us close our eyes. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. Let us surrender ourselves. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. Because the Spirit of God is here. ഇതാ ദൈവത്തിന്റെ ആത്മാവിടെ കാണപ്പെടുന്നു. He has sent you as a messenger. ഇതാ നിങ്ങളെ അവനൊരു ദൂതനായി അയച്ചിരിക്കുന്നു. In the place of John, he has kept you now to prepare way for Jesus. യോഹന്നാന് പകരമായി ഇപ്പോൾ തന്നെ ഒരു കർത്താവിന്റെ വഴിയൊരുക്കുവാൻ നിങ്ങളെ അവൻ വെച്ചിരിക്കുന്നു. Let us all prepare way for ourselves and for our family and church. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കായി നമ്മുടെ വഴികളെ നമുക്ക് ഒരുക്കാം. When Jesus comes, യേശു വരുമ്പോൾ joyfully let him come directly to us. സന്തോഷത്തോടുകൂടെ അവൻ നമ്മുടെ ഭവനത്തിലേക്ക് വരട്ടെ. And let him take us away as a precious jewel. ഒരു വിലയേറിയപ്പെട്ട നിക്ഷേപങ്ങളാ അവൻ നമ്മെ ചേർക്കട്ടെ. And let us be with him forever and ever. മാത്രമല്ല നിത്യത മുഴുവനും നമുക്ക് അവനോടുകൂടെ കാണപ്പെടാം. Let us surrender ourselves. നമുക്ക് നമ്മെ തന്നെ May the Lord bless us all. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുരാജൻ വരുന്നിതാനാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ. യേശുരാജൻ വരുന്നിതാനാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവീൻ. ശോഭിപ്പീൻ ദീപം തെളിയിപ്പീൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്ന് ശോഭിപ്പേൻ ദീപം തെളിയിപ്പേൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്ന് ശോഭിപ്പേൻ ദീപം തെളിയിപ്പേൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്ന് ശോഭിപ്പേൻ ദീപം തെളിയിപ്പേൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്ന് ശോഭിപ്പേൻ ദീപം തെളിയിപ്പേൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്ന് ശോഭിപ്പേൻ ദീപം തെളിയിപ്പേൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ 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 പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. Amen. Amen. Rabana de bakara botina bara de bakara botina bara de rabana de bakara botina bara de bakara botina bara de rabana de bolshana bara de bakara botina bara de Amen. 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 Hallelujah. 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 Sharabana de bakara botina bara de bakara basakatna rabana de bakasakatna bakatna Amen. Amen.
Whether you believe or not, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, whether you wait or not, നിങ്ങൾ കാത്തിരുന്നാലും ഇല്ലെങ്കിലും, one day he will come. ഒരു നാളിൽ അവൻ വരും. He that will come will come. വരുവാനുള്ളവൻ വരും, He will not delay. അവൻ താമസിക്കുകയില്ല. When he will come, അവൻ വരുമ്പോൾ let your way be prepared to receive him. അവനെ സ്വീകരിപ്പാൻ നിങ്ങളുടെ വഴി ഒരുക്കപ്പെടട്ടെ. Let your family be ready to receive Jesus. നിങ്ങളുടെ കുടുംബം യേശുവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കട്ടെ. After that, if you tell, I don't know the truth, therefore I did not prepare the way, you will not be accepted. അതിനുശേഷം എനിക്ക് സത്യം അറിയില്ലായിരുന്നു, ഞാൻ വഴി ഒരുക്കിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുകയില്ല. God has given you a message. ദൈവം നിങ്ങൾക്ക് ദൂത് Very തന്നിരിക്കുന്നു. soon he is going to come. എത്രയും വേഗം അവൻ വരും. Whose ways is prepared, in that way he will come. ആരുടെ വഴി ഒരുക്കപ്പെട്ടിരിക്കുന്നോ ആ വഴിയിലേക്ക് അവൻ വരും. Those who prepared themselves as wise-hearted, unto them he will come. ബുദ്ധിയുള്ള ഹൃദയത്തോടെ തങ്ങളെ തന്നെ ഒരുക്കിയവരിലേക്ക് അവൻ വരും. Those who have prepared themselves perfectly, in them he will come. നിഷ്കളങ്കമായി പൂർണ്ണമായി തങ്ങളെ തന്നെ ഒരുക്കിയവരിലേക്ക് അവൻ വരും. Therefore, to prepare ourselves, Spirit of God is given. ആയതുകൊണ്ട് നമ്മെ തന്നെ ഒരുക്കേണ്ട ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. He is giving us counsel. അവൻ നമുക്ക് ആലോചന തരുന്നു. Take away stones from your life. നിങ്ങളുടെ ജീവിതത്തിൽ സംശയം എടുത്തു മാറ്റുവീൻ. Take away stones from your life. കല്ലുകൾ ജീവിതത്തിൽ എടുത്തു മാറ്റുവീൻ. And take away all the thistles and thorns from your life. എല്ലാ മുള്ളും ഞെരിഞ്ഞിലും എടുത്തു മാറ്റുവീൻ. And make your life prepared. നിങ്ങളുടെ ജീവിതം ഒരുക്കുവീൻ. Dear child of God, പ്രിയ ദൈവത്തിലെ, let us prepare ourselves that Christ may come in our life. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതിനായി നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. Father, let us all surrender ourselves and praise God. ആയതിനകത്ത് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. Praise the Lord, 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 praise the Lord. How can you know that your way is prepared? നിങ്ങളുടെ വഴി ഒരുക്കപ്പെടുന്നു, അവനെ പ്രകാരം അറിയാൻ കഴിയും. Every day before the coming of the Lord, he will come and speak to you. കർത്താവിന്റെ വരവിന് മുൻപായി ദിനംതോറും അവൻ വന്ന് നിങ്ങളോട് സംസാരിക്കും. He will have a close communion with you. നിങ്ങളുമായി അടുത്ത ഒരു സംഭാഷണം ഉണ്ടാകും. And you will have a close communion with him. നിങ്ങൾക്ക് അവനുമായി അടുത്തൊരു നടപ്പുണ്ടാകും. There won't be any gap. ഒരു അന്തരം കാണപ്പെടരുത്. All the gap will be bridged and it will be fixed. ആ അന്തരം അകലമെല്ലാം നീക്കപ്പെടണം. Dear child of God, പ്രിയ ദൈവത്തിലെ, whatever gap it may be, അത് ഏതുവിധ വിടമായിരുന്നാലും, whatever friction, let it go away from our life and let it be bridged. And from today onwards, let us and God have a close communion with our lives. നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായ വിടവുകൾ അന്തരങ്ങളൊക്കെയും നീക്കപ്പെട്ട ഇന്നു മുതൽക്ക് യേശുവുമായി അടുത്തൊരു സംഭാഷണം, ഒരു നടപ്പ് നമുക്കുണ്ടാകട്ടെ. Let God enable us, Father, let's all praise God. ദൈവം നമ്മെ പ്രാപ്തരാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. Praise the Lord, 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 praise the Lord. Amen, amen. Suddenly he will come. പൊടുന്നനെ അവൻ വരും. It may be midday. അത് മധ്യാഹ്നത്തിലാകാം. It may be midnight. അല്ലെങ്കിൽ മധ്യരാത്രിയിലാകാം. It may be at the time of cock crowing. അല്ലെങ്കിൽ കൊഴുകുന്ന നേരത്താകാം. Suddenly he will come. പൊടുന്നനെ അവൻ വരും. But we must be prepared that he may come in the smooth path, the straight path, and take you away. സുഗമമായ നേരായ പാതയിൽ അവൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകേണ്ടതിന് നിങ്ങൾ വഴിയൊരുക്കണം. Let God give us wisdom to keep our lives ready at all times. Father, let's all praise him. സദാസമയം നമ്മുടെ ജീവിതത്തെ ഒരുക്കി കാണപ്പെടേണ്ടതിന് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവം തരേണ്ടതിനായി സ്തോത്രം ചെയ്യുക. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to triune God, and triune God only, let's praise him. സകല മഹത്വവും മാനവും സ്തുതിയും ത്രിയേക ദൈവത്തിന് മാത്രം കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുക. Praise the Lord, 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 praise the Lord.